റപ്പായി ചേട്ടാ, ഗുഡ് മോർണിംഗ്. എവിടുന്നാ അടിച്ചു പൊളിച്ചോ വരുന്നത്? അടിച്ചു പൊളിച്ചല്ല, ഇടിച്ചു പൊളിച്ചാ വരുന്നത്. മനസ്സിലായില്ല. ഞാൻ ബൈക്ക് ഓടിച്ചു പോകുമ്പോഴേ നമ്മുടെ പരമൻ ചേട്ടല്ലേ? ഏത് പരമുചേട്ടൻ? നമ്മുടെ കള്ളുകൂടിയൻ പരമുചേട്ടൻ. ഓ, കള്ളുകുടിയൻ പരമു. അവൻ എന്ത് ചെയ്തു? ഞാൻ ബൈക്കുമായിട്ട് വരുമ്പോ റോഡിന് നടു കയറി നിന്നിട്ട് പറയാ, കയറ്റടാ, എന്റെ നെഞ്ചത്തൂടെ കയറ്റടാ വണ്ടി, കയറ്റടാ. ഓ, എന്നിട്ട് എന്ത് പറയാനാ എന്റെ റപ്പായി ചേട്ടാ. ഞാൻ സൈഡിലേക്ക് വെട്ടിച്ച് വണ്ടി എടുത്തു. വണ്ടി നേരെ പോയത് നാണിമുത്തശ്ശിയുടെ വീടിന്റെ പിന്നാമ്പുറത്തേക്കാ. ഓടിച്ചങ്ങ് കയറ്റി. അവരുടെ കുളിമുറിയും കക്കൂസും ഒക്കെ ഇടിച്ചു പൊളിച്ചാ പിന്നെ വണ്ടി റോഡിൽ കയറിയത്. നിനക്കാ പരമുവിന്റെ നെഞ്ചത്തൂടെ കയറ്റരുതായിരുന്നോ? ഈ കള്ളുകുടിയന്മാരെ ഒന്നും വെറുതെ വിടരുത്. എന്റെ റപ്പായി ചേട്ടാ, അവനെ ഒന്ന് ഇടിച്ചിടാനാ ഞാൻ സൈഡിലേക്ക് ഇറങ്ങിയത്. അതെങ്ങനെയാണടാ? അവ റോഡിന്റെ നടുവിലല്ലേ നിന്നത്? അതെ, പക്ഷെ വണ്ടി അടുത്തെത്തിയപ്പോഴേക്കും ആ ദുഷ്ടൻ ഇറങ്ങി ഓടിക്കളഞ്ഞല്ലേ. അവനെ ഇടിക്കാൻ ചെന്നപ്പോഴാ ആ പുകിലൊക്കെ ഉണ്ടായത്. എന്റെ കൈ കിട്ടു അവനെ. എടാ, ഇതിപ്പോ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ലേ? നീ എന്ത് ചെയ്തു? അച്ഛന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പുള്ളിക്കാരെ സോൾവ് ചെയ്തോളും. അതെ, നീ ഇത്ര കാര്യമായിട്ട് എവിടെയാ പോയി വരുന്നത്? എവിടെ പോവാൻ? റോഡ് ഇങ്ങനെ നീണ്ടു വളഞ്ഞു കിടക്കല്ലേ റപ്പായി ചേട്ടാ, ചുമ്മാ ഒന്ന് കറങ്ങിയതാ. എടാ മോനെ, പെട്രോളിന് മുടിഞ്ഞ വിലക്കയറ്റമാ. നീ ഇതൊന്നും അറിയുന്നില്ലേ? പക്ഷെ പെട്രോളിന് വില കയറിയത് എന്നെ ബാധിക്കില്ല റപ്പായി ചേട്ടാ. അതെന്താടാ? ഞാൻ 100 രൂപയ്ക്കല്ലേ അടിക്കൂ. മോനെ, പെട്രോളിന് വില കുറയ്ക്കാൻ ആളുകൾ സമരം ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണോ നീ ആവശ്യമില്ലാതെ കറങ്ങി ഇങ്ങനെ? മോശം ടിൻഡു, മോശം. പറഞ്ഞതുപോലെ ശരിയാണല്ലോ, മോശായി പോയോ? അത് ശരി. അല്ല റപ്പായി ചേട്ടാ, ഇതിനെതിരെ എന്താ ഒന്നും പ്രതികരിക്കാത്തത്? ലോറി പോയത് കണ്ടില്ലേ? എടാ, അതിനെന്താ കുഴപ്പം? ഒരു ചെറിയ കയറ് കൊണ്ടുപോവാൻ ഓടുന്നത് 2 ലോറി.